ഹായ്, ഞാൻ ഡോക്ടർ രാകേഷ്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന എന്നാൽ പേരൻസിന് വളരെയധികം ഷോക്കിംഗ് ആയിട്ട് ഉള്ള ഒരു കണ്ടീഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്രത്ത് ഹോൾഡിംഗ് സ്പെൽ എന്നാണ് ആ കണ്ടീഷൻ്റെ പേര്. അതായത് നമ്മൾ പലപ്പോഴും പല കുട്ടികളിലും കണ്ടിട്ടുണ്ടാവും, ഇവർ ചെറിയ മുറിവുകളോ അല്ലെങ്കിൽ അവർക്ക് ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ അമിതമായിട്ട് കരഞ്ഞ് 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 ആ കരലിൻ്റെ അവസാനം അവർ ശ്വാസം പുറത്തേക്ക് വിടുകയും അതിനോടൊപ്പം തന്നെ ഒരു കുറച്ച് സെക്കൻഡുകൾ നേരത്തേക്ക് ശ്വാസം പൂർണ്ണമായിട്ട് നിലച്ചു പോകുന്നൊരു കണ്ടീഷൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ കാണിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ കുട്ടികളൊക്കെ ഇത് കാണിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ശ്വാസം നിലയ്ക്കുന്നതിനോടൊപ്പം ഇവരുടെ ബോധം കുറച്ച് നേരത്തേക്ക് പോവുകയും ഇവർ കുറച്ച് നേരത്തേക്ക് ചലനമറ്റ രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നതായിട്ടും കാണപ്പെടാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ വരുന്നതിൻ്റെ കൂട്ടത്തിൽ അപൂർവമായിട്ട് ഇവർ ബലം പിടിക്കുകയും ചില ഫിറ്റ്സ് പോലെ കൈയും കാലും വെട്ടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഇവർ കൈ ഇങ്ങനെ മുറുക്കെ പിടിക്കുക, അല്ലെങ്കിൽ ശരീരം മൊത്തത്തിൽ ഇങ്ങനെ വളഞ്ഞു പോവുക, നമ്മുടെ ജോസ് അതായത് പല്ല് ഇറുമ്പുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പൊതുവെ എല്ലാവരുടെയും ധാരണ ഇതൊരു ഫിറ്റ്സ് ആണ് എന്നുള്ളൊരു ധാരണ പൊതുവെ കാണപ്പെടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ലക്ഷണങ്ങളൊക്കെ പറയുമ്പോൾ ഈ കുട്ടികൾക്ക് പലപ്പോഴും പല സാഹചര്യത്തിലും ഈ ഫിറ്റ്സിനുള്ള മരുന്നുകൾ, ആൻറ്റി സീഷർ മെഡിക്കേഷൻസ് ഒക്കെ തുടങ്ങാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനെ കുറിച്ചുള്ള ഒരു രണ്ട് മിഥ്യാധാരണകൾ എന്ന് പറഞ്ഞാൽ ഇതൊരു എപ്പിലെപ്സിയിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഇതൊരു എപ്പിലെപ്സി അപസ്മാരത്തിൻ്റെ വിഭാഗത്തിലുള്ള അസുഖമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികൾ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കണ്ടീഷനാണെന്നുള്ളൊരു തോന്നലും അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയും നിലനിന്ന് വരുന്നുണ്ട് ഈ ഒരു കണ്ടീഷനെ കുറിച്ച്. അപ്പോൾ പലപ്പോഴും ഈ നമ്മുടെ ന്യൂറോ സംബന്ധമായിട്ടുള്ള, നമ്മുടെ ഞരമ്പുകളിലുള്ള ചെറിയ ചെറിയ വ്യതിയാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ബ്രത്ത് ഹോൾഡിംഗ് സ്പെല്ല് വരുന്നത്. ഒരു പ്രായം കഴിയുമ്പോൾ, സാധാരണ ഒരു 4 മാസം മുതൽ ഒരു 4 വയസ്സ് 5 വയസ്സ് വരെയൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. ഒരു സമയം കഴിഞ്ഞപ്പോൾ അത് തന്നെ മാറിപ്പോകുന്ന ഒരു കണ്ടീഷനാണ് ഈ ബ്രത്ത് ഹോൾഡിംഗ് സ്പെൽ എന്ന് പറയുന്നത്. ഒരിക്കലും ഇത് അപസ്മാരമായിട്ട് മാറാൻ സാധ്യതയുള്ള അസുഖമല്ല. എന്നാൽ കൂടി വളരെ ഒട്ടും പ്രശ്നമില്ലാത്ത ഒരു കണ്ടീഷനാണെങ്കിൽ കൂടി അപൂർവമായിട്ട് ചില ഹാർട്ടിൻ്റെ കണ്ടീഷൻ, അതായത് ഹൃദയത്തിൻ്റെ ഇടിപ്പിലുള്ള വ്യത്യാസങ്ങൾ, ചിലതരം അപസ്മാരങ്ങളൊക്കെ ഇതുപോലെ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കുട്ടികൾ സ്ഥിരമായിട്ട് കരഞ്ഞ് ശ്വാസം പിടിച്ച് ബോധമില്ലാതെ വീഴുകയോ ഫിറ്റ്സ് പോലെയൊക്കെ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെ കാണിക്കണം. ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അത്. അല്ലെങ്കിൽ പൊതുവെ ഒരു പ്രശ്നമുള്ള ഒരു കണ്ടീഷനല്ല ബ്രത്ത് ഹോൾഡിംഗ് സ്പെല്ല്. പക്ഷേ കാണുന്ന പേരൻസിന് വളരെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഭയാനകമായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ ബ്രത്ത് ഹോൾഡിംഗ് സ്പെല്ല്. കുട്ടികളിങ്ങനെ ശ്വാസം പിടിച്ച് ബോധമില്ലാതെ കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു എന്ത് വെച്ചോടെ ഒരു മരിച്ചു പോകുമ്പോഴെന്നൊക്കെ ഉള്ളൊരു ഭീതി പേരൻസിന് ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ് ബ്രത്ത് ഹോൾഡിംഗ് സ്പെല്ല്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഈ രക്തത്തിൽ അയണിൻ്റെ അളവ്, അനീമിയ വരുമ്പോൾ അയണിൻ്റെ അളവ് കുറവ് വരുമ്പോഴും ഇതുപോലെ ബ്രത്ത് ഹോൾഡിംഗ് സ്പെല്ല് കുട്ടികളിൽ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കണ്ടീഷനുമായിട്ട് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് കാണിക്കാൻ ചെല്ലുമ്പോൾ അവർ എപ്പോഴും ഒരു ബ്ലഡിൻ്റെ കൗണ്ട്സ് ഒക്കെ നോക്കും. ചിലപ്പോൾ ECG ഒക്കെ എടുത്ത് നോക്കേണ്ടി വരും. കാരണം ഹാർട്ടിൻ്റെ ഇടിപ്പിൽ, നെഞ്ചിൻ്റെ ഇടിപ്പിൽ വ്യത്യാസമില്ലെന്നൊക്കെ ഉറപ്പ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പൊതുവെ പ്രശ്നക്കാരനായിട്ടുള്ള അസുഖമല്ല ഈ ബ്രത്ത് ഹോൾഡിംഗ് സ്പെൽ. എങ്കിലും തുടർച്ചയായിട്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കണ്ട് അതിൻ്റെ പിന്നിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തേണ്ട ഒരു ആവശ്യകത കൂടിയുണ്ട്. താങ്ക് യു.